guys, welcome to our channel Pachum Govalum. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു DRL കേട്ടോ, DRL വിത്ത് ഇൻഡിക്കേറ്റർ വരുന്ന ഒരു സ്ട്രിപ്പ് ലൈറ്റ് നമ്മുടെ കാറിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നോക്കുന്നത്. നമ്മളിത് ബുക്ക് ചെയ്ത ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഏകദേശം 315 രൂപയാണ് ഉള്ളത്. ഇതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് വരുന്ന 2 സ്ട്രിപ്പ് ആട്ടോ, 2 സ്ട്രിപ്പ് വരുന്നുണ്ട്. 60 സെന്റിമീറ്ററിന്റെ 2 സ്ട്രിപ്പുകളാണ് വരുന്നത്. ഇതിനകത്ത് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ DRL ഡേ ടൈം റണ്ണിംഗ് ലാമ്പും കൂടെ വരുന്ന ഒരു സാധനമാണ്. നമ്മളിത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയോ. നമ്മുടെ DRL സെറ്റ് വരുന്നത് ഇതാണ്, ബൾബ് വരുന്നത്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യണത് ഏകദേശം ഈ ഒരു പോർഷനിലൂടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നമുക്കത് ഒന്ന് അയക്കണം, അയച്ചിട്ട് വേണം ഇവിടെ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് നോക്കിയറിയാം. ഇതിൻ്റെ ഇങ്ങനെയാണ് സ്ട്രിപ്പ് വരുന്നത്. അപ്പോൾ ഈ സ്ട്രിപ്പിനകത്ത് ഒരു ഭാഗത്തെ ഒരു വൈറ്റ് ലൈൻ ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടറിയാം. ഒരു വൈറ്റ് ലൈൻ ഉണ്ടാവും. ഒരു വൈറ്റ് ലൈനും ഇവിടെ ഈ ഒരു പോർഷൻ എന്തായിരിക്കും, ഫ്രീയും കൂടി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ ഫ്രീ ആയിരിക്കും. ആ ഫ്രീ വരുന്ന പോർഷനാണ് കുറച്ച് കനം കുറഞ്ഞൊരു പോർഷനാണ്, അതാണ് ഉള്ളിലേക്ക് വരുന്നത്. ഈ വൈറ്റ് ലൈൻ വരുന്ന പോർഷനാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഇല്ലെങ്കിൽ തന്നെ ഇതിനകത്തൊരു ചെറിയ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഇനി സപ്പോസ് അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇനി ഒരു ഇൻഡിക്കേഷനും ഇല്ലെങ്കിൽ, നിങ്ങൾ ഇതിനകത്ത് ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് മേലിൽ നിന്ന്, അതായത് ഈ താഴെ നിന്ന് മേലോട്ട് കത്തണം. അതാണ് നമുക്ക് കറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ്, അതായത് താഴെ നിന്ന് മേലോട്ട് വേണം ഇൻഡിക്കേറ്റർ കത്താൻ. ഇല്ലെങ്കിൽ ഈ ഒരു പോർഷൻ നോക്കിയാൽ മതി. ഈ ഒരു പോർഷൻ, അതായത് ഇവിടെ ഒരു ക്ലിയർ കോട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, ആ പോർഷനാണ് ഉള്ളിലോട്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ 2 നട്ട് വരുന്നുണ്ട്, അതുപോലെ ഒരു 3 ക്ലിപ്പും വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലിപ്പ് ഒന്ന് ഉരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടും, നമുക്ക് ഇതിനുള്ളിലേക്ക് വെക്കാൻ പറ്റും. നമുക്കൊന്ന് അയച്ചോ. അപ്പോൾ ഈ നട്ട് ഇത് വരുന്നത് 10 നട്ടാണ്. 10 നട്ട് നമുക്ക് അയച്ചെടുക്കാം. 1, 2, 3 ക്ലിപ്പ് വരുന്നുണ്ട്. ഈ ക്ലിപ്പ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇത് കയറ്റി വെച്ചിട്ട് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് നമുക്ക് ഊരി കിട്ടും കേട്ടോ. ആ ക്ലിപ്പുകളെല്ലാം 3 ക്ലിപ്പ് ഊരാം. സ്ട്രിപ്പ് അഴിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ വലിച്ച് ഊരിയെടുക്കണം. ഊരിയെടുത്തിട്ട് വേണം ഒട്ടിച്ചൊടിച്ച് പോകാൻ. നമ്മൾ ഈ ഒരു പോർഷൻസൊക്കെ ഒന്ന് ഫുള്ള് നന്നായിട്ട് ക്ലിയറായിട്ട് തുടച്ചു കൊടുക്കുക. ഒട്ടും പൊടി പോലും പാടില്ല, നന്നായി ക്ലിയറായിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ. ഈ ക്ലിപ്പ് നമുക്കൊന്ന് അയച്ചുകൊണ്ട് നമുക്ക് ഇതുണ്ടോ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഞാൻ തള്ളി വെച്ചു, എന്നിട്ട് ഞാനത് പയ്യെ ഇത് പറിക്കുന്നതനുസരിച്ച് പയ്യെ ഒട്ടിച്ചൊട്ടിച്ച് കയറി വരിക. പറിക്കുക, എന്നിട്ട് ഒട്ടിച്ചൊട്ടിച്ച് വരിക. നമ്മൾ ഈ ലൈനിനോട് ചേർന്ന് ഒട്ടിച്ച് വരികയാണെങ്കിൽ നല്ല ക്ലിയറായിട്ട് കിട്ടുന്നില്ല, കാണും. നമ്മൾ ഇവിടെ ഈ സൈഡ് ഒട്ടിച്ചിട്ട് ഈ വയറ് നമുക്കൊന്ന് അടിപ്പുറം എടുത്തില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാ പറയാം. ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കണക്ഷൻ എന്താ അവിടേക്ക് വേണ്ടത്, നമ്മുടെ DRLൻ്റെ കണക്ഷൻ, അതായത് നമ്മുടെ പാർക്ക് ലൈനിലേക്ക് വേണം DRLൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി. ഇതിൻ്റെ ബ്ലാക്ക് വരുന്നത് ന്യൂട്രലും റെഡ് വരുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് ഇവിടെ വരുന്നുണ്ട്, ഈ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ ബ്ലാക്ക് വരുന്നത് നെഗറ്റീവും അതിനകത്തൊരു ഗ്രീൻ കളർ വരുന്നത് പോസിറ്റീവാണ്. നമ്മുടെ എർത്ത് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക്, വണ്ടിയുടെ ബോഡിയിലേക്ക് കൊടുക്കാം. ഓക്കെ, നമ്മൾ അതിനകത്ത് വണ്ടിയുടെ പാർക്കിങ്ങിൻ്റെ ലൈറ്റ് എടുക്കുക. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഊരിപ്പോരും. നമ്മളിത് കുറച്ചധികം ഈ വയറൊന്ന് സ്ട്രിപ്പ് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്യുന്നില്ല. വയർ സ്ട്രിപ്പ് ചെയ്തിട്ട് ഈ വയർ ഇവിടെ കൊണ്ട് കണക്ഷൻ കൊടുക്കുകയാണ്. ഇതിൽ കൊടുത്തിട്ട് ഇതിലെടുത്ത് മടക്കി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ വയർ ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ട് സ്ട്രിപ്പ് ഒന്ന് ഉള്ളിലോട്ട് മടക്കി വയ്ക്കുകയാണ് കേട്ടോ. അടുത്തായിട്ട് തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കപ്ലറാണ് വരുന്നത്. കയറ്റി ഇവിടെ ഒന്ന് മടക്കി വയ്ക്കണം കേട്ടോ. ഇതാ ഈ ഒരു വയർ വന്നിട്ടുണ്ട്. ഞാൻ ഈ വയറൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കാം ഉള്ളിലോട്ട്. ഞാനിത് തിരിച്ച് കണക്ട് ചെയ്യാണ്. സെല്ലോ ടാപ്പ് ഇട്ട് കൊടുക്കട്ടോ, ഒരു പോയിരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെല്ലോ ടാപ്പ് ഇട്ടിട്ട് ഒരു റൗണ്ട് ഒന്ന് ചുറ്റി കൊടുക്കണം. എർത്ത് നമുക്കിവിടെ ഓൾറെഡി ഒരു എർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കണക്ഷൻ ഈ ഒരു എർത്തിലിൻ്റെ കണക്ഷനിലേക്ക് ഞാൻ കൊടുക്കാൻ പോവാണ്. ഞാനിതൊന്ന് അയക്കുകയാണ്. ഇത്രയും കിട്ടിയാൽ മതി കേട്ടോ. ഇതിനകത്തൊന്ന് ലൂസാക്കുകയാണ്. ഇത് ലൂസാക്കിയിട്ട് ഇതിനകത്തേക്ക് കൊടുക്കാൻ പോകുന്നു. ഇനി ഇതിലേക്ക് എർത്തിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. ജസ്റ്റ് വെച്ചിട്ട് ഇതങ്ങ് ടൈറ്റ് ചെയ്യാണ്. ഈ സൈഡിൽ നിന്ന് വെക്കുന്നത്
ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു വൈറ്റ് പോർഷനാണ് നമ്മുടെ പശ വരുന്നത് കേട്ടോ. അതുകൂടെ പറിച്ചെടുക്കാണ്ടിരിക്കാൻ നോക്കണം. നീല മാത്രമേ പറിച്ചെടുക്കാൻ പാടുള്ളൂ. ഇതും വെച്ച് ഞാൻ ഉള്ളിലേക്ക് തള്ളി കൊടുക്കണം. നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഇത് വരുന്നുണ്ട്, ഒരു കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ആ കട്ടിങ് നമുക്ക് അടിച്ച് പിടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റും. നമ്മളിതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ വയറ് ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡേ ടൈം റണ്ണിംഗ് ലാമ്പിൻ്റെ, അതായത് നമ്മുടെ പാർക്ക് ലൈറ്റിലേക്ക് നമ്മുടെ DRൻ്റെ ലൈറ്റിൻ്റെ കണക്ഷൻസ് കൊടുക്കണം. ജസ്റ്റ് ഇതുണ്ട്, ഇത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ലോക്ക് മാറുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഈ പച്ച വരുന്നതിലേക്ക് കൊടുക്കുക, മടക്കി വയ്ക്കുക. ഇതിൻ്റെയും നമ്മൾ മടക്കി വെച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുക. നമുക്ക് ഇവിടെ ഒരു എർത്തിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എർത്തിൻ്റെ കണക്ഷനിലേക്ക് കൊടുക്കുക. ഇനി സപ്പോസ് നിങ്ങൾക്ക് എർത്തിൻ്റെ ഇതുപോലെ കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ബോഡിയിലേക്ക് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ കണക്ഷനും കൊടുത്ത് ഇതിലൊരു സെല്ലോ ടൈപ്പും കൂടി സെറ്റ് ചെയ്ത് നമ്മുടെ കണക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇത് കൊടുത്തു കഴിഞ്ഞ് എല്ലാ വയറും ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക, ഊരി പോയി നല്ല ലൂസാണോ എല്ലാം ചെക്ക് ചെയ്യുക. നമ്മൾ തിരിച്ച് നമ്മുടെ ഇതെല്ലാം കണക്ഷൻ അവിടെ കൊടുത്തിരിക്കുന്ന പിന്നുകളെല്ലാം ഒന്ന് അതൊക്കെ ഇട്ട് വയ്ക്കുക. ക്ലിപ്പ് ഇട്ട് 2 സ്ക്രൂവും കൂടി ഇടുക, അതുകൂടെ ടൈറ്റ് ആക്കുക. എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ നമുക്കിത് അടച്ചിട്ട് നമുക്ക് ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. പാർക്ക് ലൈറ്റ് നിങ്ങൾക്ക് കണ്ടറിയാം, ഒരു നീല കളറാണ്, ഒരു ബ്ലൂ ഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ കളർ ബ്ലൂ ആയതുകൊണ്ട് നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ള വീഡിയോയും കൂടെ ഞങ്ങളുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പോലെ സൈനിങ് ഓഫ്.